ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല ഭംഗിയുള്ളൊരു നൈറ്റി ഡിസൈനാണ് ചെയ്തെടുക്കുന്നത്. നൈറ്റിയുടെ നെക്കിൻ്റെ ഡിസൈനാണ് ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ മെറ്റീരിയൽ. നമ്മളിത് ഷോൾഡർ വിഡ്ത്ത് നമ്മൾ 7.5 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. നെക്ക് വിഡ്ത്ത് നമ്മൾ ഒരു 3.5 ഇഞ്ച് ആദ്യമായിട്ട് മാർക്ക് ചെയ്തെടുക്കണം. നെക്കിൻ്റെ ലെങ്ത്ത്, അതായത് ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് 5 ഇഞ്ചിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. 5.5 വരെ ആവാം. ഇതിപ്പോൾ ആദ്യം 5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5.5 വരെ കൊടുക്കാൻ തോന്നിയപ്പോൾ 1/2 ഇഞ്ച് എക്സ്ട്രാ ഒന്ന് താഴേക്ക് വരച്ച് കൊടുത്തിട്ട് 5.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഒരുപാട് കയറിപ്പോകേണ്ട നെക്ക് എന്നുള്ളവർക്ക് ഒരു 5.5 ഇഞ്ച് വരെ കൊടുക്കാം. അപ്പോൾ 5.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബോക്സാക്കി വരച്ചെടുത്തതിന് ശേഷം സിമ്പിളായിട്ടൊരു റൗണ്ട് നെക്ക് ആദ്യം ഒന്ന് വരച്ച് കൊടുക്കണം. അപ്പോൾ ബോക്സായിട്ട് ഞാൻ ഇങ്ങനെ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു സിമ്പിളായിട്ടൊരു റൗണ്ട് നെക്ക് നമ്മളിങ്ങനെ തന്നെ വരച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ താഴോട്ട്, അതായത് ഈ ഒരു 5.5 ഇഞ്ച് മാർക്ക് ചെയ്ത ആ പോയിന്റിൽ നിന്നും ഇങ്ങനെ ടേപ്പ് വെച്ച് താഴേക്ക് ഒരു 6 ഇഞ്ച് ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. 6 ഇഞ്ചിലൊരു മാർക്കിങ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അവിടെ തന്നെ വെച്ചിട്ട് ഒരു 3 ഇഞ്ചിലും നമ്മൾ ഒരു മാർക്കിങ് കൊടുക്കുന്നുണ്ട്. ഈ 3 ഇഞ്ചിൽ നമ്മൾ കുറച്ച് നീളത്തിലൊരു വര വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ 3 ഇഞ്ചിൽ മാർക്കിങ് കൊടുത്ത ആ പോയിന്റിൽ വെച്ചിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 2 ഇഞ്ച് ആ വരയിലും ഒരു മാർക്കിങ് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇവിടെ ഇങ്ങനെ ഒന്ന് വളച്ച് ഇങ്ങനെ ഈ ഒരു മോഡലിൽ ഡിസൈൻ വരച്ചെടുക്കണം. ഇതുപോലെ ഒന്ന് വരച്ചെടുക്കണം. അത് വരച്ചെടുത്തിട്ടുണ്ട്. അളവുകൾ ഒന്നുകൂടി പറയാം. നെക്ക് വിഡ്ത്ത് 3.5, ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് 5.5 മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് താഴോട്ടേക്ക് 6 ഇഞ്ചിലും 3 ഇഞ്ചിലും മാർക്കിങ് കൊടുത്തിട്ടുണ്ട്. ആ 3 ഇഞ്ച് വരച്ച പോയിന്റിൽ ഒരു 2 ഇഞ്ച് ഇങ്ങനെയും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഡിസൈൻ ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഡിസൈൻ ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് ഈ ഒരു പോയിൻറ്റിൻ്റെ അറ്റം വരെ തന്നെ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് അവിടെ നിന്ന് ആ സിമ്പിൾ ആയിട്ട് നമ്മൾ കൊടുത്ത റൗണ്ട് നെക്കും ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ നെക്ക് കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. അതിങ്ങനെ നിവർത്തി വെക്കുമ്പോൾ ഇതുപോലെയാണ് ഡിസൈൻ കാണുന്നത്. അപ്പോൾ ഇത് റെഡ് മെറ്റീരിയലിൽ പച്ച നിറത്തിലുള്ള പൂക്കളായതുകൊണ്ട് നമ്മൾ പച്ച നിറത്തിലുള്ള ഒരു തുണി തന്നെയാണ് ഇതിന് വേണ്ടി ഡിസൈൻ ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത്. ഈ ഒരു കളറാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കുറച്ച് ക്രോസ് പീസസ് ആദ്യം നമ്മൾ റെഡിയാക്കി എടുക്കണം. ഞാൻ ക്രോസ് പീസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ക്രോസ് പീസ് വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ഫുള്ളായിട്ട് ഇങ്ങനെ ഈ ഫുള്ളായിട്ട് നമ്മൾ നേരിയ രീതിയിൽ ഒരു പൈപ്പിംഗ് ചെയ്തെടുക്കണം. അധികം വണ്ണമില്ലാത്ത രീതിയിൽ നേരിയ പൈപ്പിംഗ് ചെയ്തെടുക്കുന്നുണ്ട്. പൈപ്പിംഗ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ ബാക്ക് പീസിലും ഒരു സ്റ്റിച്ച് ഇങ്ങനെ കൊടുത്തിട്ട് അതവിടെ പതിച്ച് തയ്ച്ചും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു പോയിൻറ്റുകൾ ഈ പോയിൻറ്റ് രണ്ടും ഇങ്ങനെ ചേർത്ത് വെച്ചതിന് ശേഷം അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ജസ്റ്റ് 1-2 സ്റ്റിച്ച് ഇങ്ങനെ ബാക്കോട്ട് മുന്നോട്ടും ആക്കിയിട്ട് ഒരു സ്റ്റിച്ച് അവിടെ ഒന്ന് ചെയ്തെടുക്കണം. അതിനുശേഷം കുറച്ച് ചെറിയ ക്രോസ് പീസും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്രോസ് പീസസ് 1 ഇഞ്ച് വണ്ണത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ആ നൈറ്റി മെറ്റീരിയലിൽ നിന്നും ഉണ്ട്, അതുപോലെ പച്ച തുണിയിൽ നിന്നും ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതുപോലെ മടക്കി കൊടുത്ത് ഒരു ഏകദേശം ഒരു 1/2 ഇഞ്ച് വണ്ണത്തിൽ ഇങ്ങനെ ഒന്ന് ഫുള്ളായി തയ്ച്ചെടുത്തതിന് ശേഷം അതിൻ്റെ അരികൊക്കെ മുറിച്ച് കളഞ്ഞ് അതിങ്ങനെ തിരിച്ചിടണം. അതുപോലെ എല്ലാം ചെയ്തെടുക്കണം. എത്ര പീസാണ് വേണ്ടിവരാമെന്നറിയില്ല. മാക്സിമം നമ്മൾ ചെയ്തെടുക്കാം, ആവശ്യത്തിന് ഉപയോഗിക്കാം നമുക്ക്. അപ്പോൾ ഇങ്ങനെ ഞാൻ റെഡിലും അതുപോലെ ഈ പച്ച തുണിയിലും രണ്ടിലും ഇതുപോലെ ഇങ്ങനെയൊന്ന് ചെയ്തെടുത്തിട്ട് മറിച്ചിട്ടെടുത്തിട്ടുണ്ട്. ഇത് വെച്ച് നമുക്ക് അതിൻ്റെ നെക്ക് ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പോൾ നെക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ താഴെ വെക്കാൻ ഒരു തുണി വേണം. അത് ഏതായാലും മതി. ഇപ്പോൾ റെഡിൻ്റെ തുണി ഇല്ലാത്തതുകൊണ്ട് ഞാൻ പച്ച തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഭാഗം ഒരു ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് ഈ ഭാഗം കൃത്യമായിട്ട് നമ്മൾ അവിടെ ഒന്ന് വെച്ച് കൊടുക്കണം. എന്നിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം കൃത്യം ആ ഒരു പോയിൻറ്റിൽ ഇങ്ങനെ തന്നെ ആ ഒരു മാർക്കിംഗ് ഒന്ന് ചെയ്തെടുക്കണം. എത്ര മുതൽ എത്ര വരെ നമുക്ക് ഈ ഡിസൈൻ ചെയ്യുന്നത് വേണ്ടത്, അതായത് നമ്മൾ തയ്ച്ച് കൊടുക്കുമ്പോൾ ഇത്രയും ഭാഗമല്ലേ നമുക്ക് പുറത്ത് കാണേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അത്രയും ഭാഗം നമ്മളൊന്ന് വരച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. അതിൽ മാത്രം നമ്മൾ ചെയ്താൽ മതി, വെറുതെ ഒരുപാട് ചെയ്യേണ്ട കാര്യം വരില്ല. അപ്പോൾ ഇത് നല്ല മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് കട്ടിയായിട്ട് വരച്ചെടുത്തിട്ട് ഈ വരയുടെ മേലെ കൂടെ നമ്മൾ ആദ്യം ഒരു സ്റ്റിച്ച് കൊടുക്കണം. വെറുതെ സിമ്പിളായിട്ട് ഒരു സ്റ്റിച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. നമുക്ക് പിന്നീട് ഇത് ആവശ്യം വരും, കട്ട് ചെയ്തെടുക്കുമ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്ക് ഈ ഒരു റെഡ് കളറുള്ളതും ഈ പച്ച കളറുള്ളതും ആയിട്ടുള്ള ഈ തുണികൾ ഇങ്ങനെ മാറി മാറി വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഇങ്ങനെ പതിച്ച് 2 സൈഡിലും തയ്ച്ചു കൊടുക്കണം. ഒന്ന് വെച്ചിട്ട് അതിൻ്റെ 2 സൈഡിലും മുകളിൽ നിന്ന് താഴെ വരെ തയ്ച്ചു കൊടുക്കുക. അതിനുശേഷം അടുത്ത കളർ വെക്കുക. അങ്ങനെ മാറി മാറി 2 സൈഡിലും വെച്ചിട്ട് നമ്മൾ ഈ മാർക്ക് ചെയ്ത് കൊടുത്ത ഈ ഡിസൈൻ ഫുള്ള് ഫില്ലാകുന്നത് വരെ ഇങ്ങനെ മാറി മാറി വെച്ചിട്ട് നമ്മൾ തയ്ച്ചു കൊടുക്കണം.
ഒരു സൈഡ് ഞാൻ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്ത സൈഡ് ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഇതിങ്ങനെ ഫുള്ള് വെച്ചിട്ട് ഒരുമിച്ചല്ല തയ്ക്കേണ്ടത്. ഇതിപ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തേ. ആദ്യം ഇപ്പോൾ റെഡാണ് വെക്കുന്നതെങ്കിൽ അത് വെച്ച് അതിൻ്റെ രണ്ട് സൈഡും തയ്ച്ച് കൊടുക്കുക. അതിൻ്റെ തൊട്ടടുത്ത് ഗ്രീൻ വെക്കുക, അത് രണ്ട് സൈഡും തയ്ച്ച് കൊടുക്കുക. അങ്ങനെ കംപ്ലീറ്റും ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് മുഴുവനായിട്ട് നമുക്കിതൊന്ന് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ഇതാ വെച്ച് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് ഇങ്ങനെ തയ്ച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ അടുത്ത് വെക്കുമ്പോൾ കാണാം, ഇത് രണ്ട് സൈഡിലും നമ്മളിങ്ങനെ പതിച്ച് ഫുള്ളായിട്ട് തയ്ച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ മറിച്ചിടുമ്പോൾ നമ്മൾ നേരത്തെ കൊടുത്ത ആ സ്റ്റിച്ച് നമുക്ക് കൃത്യമായിട്ടുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നേരത്തെ നമ്മൾ സ്റ്റിച്ച് കൊടുത്തത്. ഇനി എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമുക്കിത് അവിടെ ആ നെക്കിൻ്റെ ആ ഒരു ഹോൾസ് വരുന്ന ആ ഭാഗത്താണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു അര ഇഞ്ചോ എക്സ്ട്രാ വെച്ചതിന് ശേഷം നമ്മൾ ഈ ബാക്കി ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയണം. അതാ ഇങ്ങനെയാണ് നമുക്കിപ്പോൾ കിട്ടുന്നത്. ഇനി ഈ പീസ് താഴെ വെച്ചിട്ട് നമ്മുടെ ഈ നൈറ്റിയുടെ നമ്മളിപ്പോൾ ചെയ്തെടുത്ത ഈ ഒരു ഭാഗം രണ്ടറ്റത്തും കൃത്യമായി വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ച് പിൻ ചെയ്ത് കൊടുക്കണം. പിൻ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ എന്തായാലും ഇങ്ങനെ വളഞ്ഞു പോകും. അപ്പോൾ പിൻ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ആ അറ്റത്തും ഈ അറ്റത്തും ആദ്യം പിൻ ചെയ്യുക. അതിന് ചുറ്റും കൃത്യമായി പിൻ ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ഇത് ഫുള്ളായിട്ടൊന്ന് തയ്ച്ചെടുക്കണം. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫൈനലായിട്ട് റിസൾട്ട് വരുന്നത് ഇങ്ങനെയാണ്. ഇതുപോലെ നല്ല കൃത്യമായിട്ട് തയ്ച്ചെടുക്കാം. ഇതിപ്പോൾ ക്യാൻവാസ് ഇല്ലാതെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ക്യാൻവാസ് വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ ക്യാൻവാസ് ഇല്ലാതെയും എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാമെന്നുള്ളതാണ് ഇതിലിപ്പോൾ കാണിക്കുന്നത്. ഇനിയിപ്പോൾ ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ കയ്യിൽ സാധാരണ നമ്മളിപ്പോൾ ചെയ്യുന്ന പോലെ തന്നെ ബട്ടൺസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് വെച്ച് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ അതിനുള്ളിലായിട്ട് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം. ഇനി ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ ആ മുകളിൽ ഒന്ന് എന്തെങ്കിലും വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണം. കാരണം അവിടെ സ്റ്റിച്ച് കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ള സ്ഥലത്ത് കുഴപ്പമില്ല, ഒന്നുമില്ലെങ്കിലും കുഴപ്പമില്ല. ഇതുപോലെയെങ്കിലും വെച്ച് കൊടുക്കാൻ നോക്കണം എന്തെങ്കിലും. അപ്പോൾ നമ്മുടെ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ലൈക്കും ഷെയറൊക്കെ ചെയ്യുക. ഇനി ഇതുപോലെ അടിപൊളി ഡിസൈനിങ് വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.